ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മമ്പയർ ഉപ്പേരിയാണ്. വൻപയർ എന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് മമ്പയറല്ലേ. അപ്പോൾ ഇത് ഞാൻ 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ കുറച്ച് വെള്ളത്തിൽ കുതിരാനിട്ടിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമ്മൾക്ക് ഒരുപാട് ഇങ്ങനെ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തും ഇതുപോലെ ഒന്ന് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മമ്പയർ നല്ല അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പിന്നെ ഇതിൽ വെക്കുന്നതിന് മുന്നേ അരിച്ചെടുക്കണം. ഇതിൽ കല്ലും കട്ടയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾക്കിതൊരു കുക്കറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൽ ചേർക്കേണ്ടതാണ്, പിന്നെ ഇതിൽ ഞാനൊരു ചെറിയ സവാള ചേർക്കുന്നുണ്ട്. അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, പിന്നെ ഉപ്പേരി ഉണ്ടാക്കിയാൽ. പിന്നെ ഇത് അസിഡിറ്റിയുടെ പ്രോബ്ലം ഉള്ളവർക്കെല്ലാം പിന്നെ മിക്കവർക്കും ഉണ്ടാവുമല്ലോ, പയറുവർഗ്ഗങ്ങൾ കഴിച്ചാൽ മിക്കവർക്കും അസിഡിറ്റിയുടെ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എടുത്തതാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5-6 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും അസിഡിറ്റി പ്രോബ്ലം ഇല്ലവർക്കൊക്കെ നല്ലതാണ്. ഈ പയർ കറി ആയാലും ഉപ്പേരി ആയാലും ഇത് വെക്കുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം അതിലിടാം. അപ്പോൾ സവാളയും ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും എല്ലാം ചെറിയ കഷ്ണാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇനി മൂടിയിട്ട് കൊടുക്കാം. മൂടിയിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വൻപയർ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് ഇനി ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇത് ഉടക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾക്ക് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ കുക്കറിൽ നിന്ന് ഞാൻ വേറൊരു ഇങ്ങനെ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആദ്യമേ ഉപ്പിട്ട് കഴിഞ്ഞാൽ ചില സമയം പിന്നെ വേവാൻ പ്രയാസമായിരിക്കും. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് എല്ലാ വെള്ളവും വറ്റി വന്നിട്ടാണ്. അപ്പോൾ കുറച്ച് വെള്ളം അതിൽ ബാക്കിയുണ്ട്. ഇനി നമ്മൾക്കതിലേക്ക് ഞാൻ ഒരു 4-5 ടേബിൾ സ്പൂൺ ചെറുവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ പച്ചമുളക്, പിന്നെ പച്ചമുളകെല്ലാം ഇത് പഴുത്തിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലത്തെ വെള്ളം വറ്റുന്നത് വരെ ഒരു മീഡിയം തീയിലങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഉപ്പും പിന്നെ നമ്മൾ ഈ ചെറുവിയ തേങ്ങ ഇട്ടതില്ലേ, അതൊക്കെ അതിലേക്ക് നല്ല ഇങ്ങനെ വെള്ളമൊക്കെ വറ്റി നല്ല ടേസ്റ്റിൽ ആയി കിട്ടും. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇട്ട ഉപ്പൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഈ പയറിലോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തേങ്ങ ഇട്ടത് കൊണ്ട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലിട്ട സവാളയും ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി അല്ലി ഒന്നും കാണാനില്ല, അതെല്ലാം അതിലേക്ക് ഇങ്ങനെ പിന്നെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ നല്ലൊരു സ്മെല്ലും കിട്ടാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വൻപയർ ഉപ്പേരി തോരൻ എന്നൊക്കെ പറയും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ മമ്പയറാണല്ലോ കൂടുതലും പറയാറ്. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ കട്ടൻ ചായക്കൊക്കെ കഴിക്കാൻ വേണ്ടി നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വൻപയർ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് പിന്നെ തോരനോ ഉപ്പേരിയോ പിന്നെ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.